5 രൂപത്തിൽ വിശദീകരിച്ചു മഹാന്മാരായ മശായിഖന്മാർ. അതിൽ പറഞ്ഞ ഒരു രൂപം നിങ്ങൾ പരിശോധിച്ച് നോക്ക്. വസ്താനി കതർബിയത്തിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബഅദ സമരിഹി. ആരംഭ റസൂലുള്ളാഹി വലിയ മഹാനാ, അത് പറയണ്ടല്ലോ. റസൂൽ വഫാത്തായതിനു ശേഷം ഇവിടെ മുറബ്ബിയായ ശൈഖ് തന്നെയാണ്. ആരംഭ റസൂലിന്റെ ഖബറാണ്. കതർബിയത്തിഹി കതർബിയത്തിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബഅദ സമരിഹി. റസൂലുള്ളാഹിന്റെ കാലശേഷം വഫാത്തിന്റെ ശേഷം ഈ സമൂഹത്തിന് മുഹമ്മദ് റസൂലുള്ളാഹി തർബിയത്ത് ചെയ്യും. അതുകൊണ്ട് മുറബ്ബിയായ ശൈഖ് നഷ്ടപ്പെട്ടു എന്ന വേദന നിങ്ങൾക്ക് വേണ്ട. ആരംഭ റസൂലുള്ളാഹി ശൈഖ് തന്നെയാണ്, മുറബ്ബി തന്നെയാണ്, പ്രവാചകൻ തന്നെയാണ്. അത് ജീവിത മരണ വ്യത്യാസമില്ല. അതുകൊണ്ട് മസ്ലക്കിൽ പറഞ്ഞു, നിങ്ങൾ ഇന്നൽ ഇക്സാറ മിന സ്വലാത്തി അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആരംഭ റസൂലുള്ളാഹിന്റെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കൽ ഒരു മുറബ്ബിയായ ശൈഖിനെ നിങ്ങൾക്ക് നൽകും. കാരണം വഖദ് വസല ബിഹാ, ഈ സ്വലാത്ത് വർദ്ധിപ്പിക്കൽ മുഖേന എത്രയോ മഹാന്മാർ അല്ലാഹു തആല മഅരിഫത്തിലേക്ക് എത്തിയിട്ടുണ്ട്. കസീറുൻ അൽ-ആരിഫീന, നിരവധി ആരിഫീങ്ങൾ. വലം യകുൽ ലഹും ശൈഖുൻ ഗൈറു ദാലിക, ഈ ആരംഭ റസൂലുള്ളാഹി അല്ലാത്ത, ഈ സ്വലാത്ത് അല്ലാത്ത വേറെ ശൈഖ് അവർക്കുണ്ടായിരുന്നില്ല. അപ്പോൾ ആരംഭ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുറബ്ബിയായ ശൈഖാണ് ഇന്നും. അതാണ് മശായിഖന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. സ്വലാത്ത് വർദ്ധിപ്പിച്ച് റസൂലുള്ളാഹിന്റെ തർബിയത്ത് ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക, റസൂലുള്ളാഹിന്റെ ഇർശാദ് ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അല്ലാഹുവിന്റെ റസൂൽ നമ്മളെ നിയന്ത്രിക്കും. അതാണ് നമുക്ക് വേണ്ടത്. ഇതാണ് മശായിഖന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ആ രേഖപ്പെടുത്തി സ്വീകരിക്കാതെ പിന്നെയും പേഴ്ച തരീഖത്തിന്റെ പിന്നാലെ നമ്മൾ പോയാൽ, മാവുമുദ്രക്കാണ് വുദു എടുക്കാൻ നിർബന്ധമായ ഒരു ഷർത്ത്. മാവുമുദ്രക്ക് ഉണ്ടെങ്കിലേ വുദു എടുക്കാൻ പറ്റുള്ളൂ. മാവുമുദ്രക്ക് ഇല്ലെങ്കിൽ തയമ്മം ചെയ്യാനാണ് ഇസ്ലാം പഠിപ്പിച്ചത്, കഞ്ഞിവെള്ളം കൊണ്ട് വുദു എടുക്കാനല്ല. എന്ന പോലെ ആരംഭ റസൂലുള്ളാഹിന്റെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിച്ച് റസൂലുള്ളാഹിന്റെ തർബിയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. എത്രയോ ആരിഫീങ്ങൾക്ക് അത് ലഭിച്ചിട്ടുണ്ട്. അതാണ് നമ്മുടെ മാർഗം. അതാണ് മഹാന്മാര് മശായിഖന്മാര് പഠിപ്പിച്ചിട്ടുള്ളത്. ആ മാർഗം സ്വീകരിക്കല്ലാതെ ഈ പഴുത്ത തരീഖത്തുമായി നമ്മൾ ബന്ധപ്പെടരുത്. പണ്ഡിതന്മാരാണ്